അമ്മോ, ഗായത്രി, അമ്മോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വിവാഹം നടത്താൻ സീതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു, ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ സമ്മതിച്ചതെന്നല്ലേ? എന്നാ കേട്ടോളൂ, ഈ വിവാഹം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളാ. അത് നിങ്ങളോട് പറയാൻ എന്നോട് അവൾ പ്രത്യേകം പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, അമ്മുവിനെ തല്ലിയതിന് ഞാൻ അവളോട് മാപ്പ് ചോദിക്കണമെന്ന്. എവിടെ അവള്? വിളിക്കേ, ഇരുന്ന് കരയായിരിക്കല്ലേ? ഞാൻ തന്നെ വിളിക്കാം. അമ്മോ, സീത ചേച്ചി എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ നിന്നോട് വന്ന് മാപ്പ് ചോദിക്കണമെന്ന്. അമ്മോ, എവിടെയാള്? എവിടെന്ന്? ഭാർഗവമ്മേ, അമ്മ എവിടെന്ന്? ആ, നിങ്ങളോടല്ലേ ചോദിക്കുന്നത്? അമ്മ എവിടെന്ന്? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചോ. വെല്ലു വിളിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. മാമംഗലത്ത് മാധവൻകുട്ടിയുടെ പെങ്ങളെ വിളിച്ചിറക്കി താലി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഇവൾ എന്റേതാ, എന്റേത് മാത്രം. ഫസ്റ്റ് ഗിയർ ഇട്ടു. വന്ന് ഞങ്ങളെ രണ്ടാളെ വെട്ടിക്കൊല്ല്. ഇനി ഞങ്ങൾക്ക് ചത്താലും ഒന്നുമില്ല. വേണ്ടതാ പറഞ്ഞത്. അരിങ്ങനെ തുടരാൻ ഞാൻ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ, കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാ പോകും. അയ്യോ, നോട്ടം തെറ്റിയാ പോകും. നോട്ടം തെറ്റിയാ പോകും. അയ്യോ, നോട്ടം തെറ്റിയാൽ പോകും. പോകുമല്ല, പോയി. എവിടെ പോയിന്ന്? എടാ, നിന്നെ പറ്റിട്ടല്ലടാ കാക്കയെ ഞാൻ പറഞ്ഞത്. ഇത് പറക്കണ കറുത്ത കാക്ക. കാക്കയുടെ പൂച്ചയുടെ കഥ പറയാൻ വന്നതല്ലേ? നിങ്ങളുടെ മോൻ മാധവൻകുട്ടി കാത്തു സൂക്ഷിച്ചു പറഞ്ഞ കുറെ പെമ്മക്കളാ. അതിലൊരെണ്ണത്തിന് തട്ടിക്കൊണ്ട് പോയി. അമ്മുക്കുട്ടിയെ. ആര്? നിങ്ങളുടെ ശത്രുവിന്റെ മോൻ ബാലേന്ദ്രൻ. മാത്രമല്ല, താലികെട്ടി അവളെ കൊണ്ട് വീടിന് മുന്നിൽ വന്ന് മാധവൻകുട്ടിയെ വെല്ലു വിളിച്ചിട്ടും പോയി. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എനിക്ക് ലൈസൻസ് കിട്ടിയത് വണ്ടി ഓടിക്കാൻ മാത്രമല്ല. അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? പോയേ, അച്ഛൻ അങ്ങോട്ട് പോയേ. വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോയി ചാടണ്ട. മാറി നിക്കടി. നിക്കാൻ. അച്ഛനോട് നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛൻ ഇത് എന്ത് കരുതിയിട്ടാ അവിടെ ചെന്ന് ചോദിക്കാൻ പോണത്? അമ്മ ചേച്ചിയുടെ സ്വന്തം ഇഷ്ടത്തിന് ബാലേട്ടന്റെ കൂടെ ഇറങ്ങി പോയതാണെങ്കിലോ? ആണെങ്കിൽ അവളെ ഞാൻ കുത്തിമലത്തും. അല്ല പിള്ളച്ചേട്ടാ, കുട്ടികൾ പറയുന്ന കാര്യമുണ്ട്. അവനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്ന സ്ഥിതിക്ക് നമ്മളെ ഒന്ന് ചോദിച്ചാൽ കച്ചറാവില്ല. അതിന് ചോദിക്കാനും പറയാനും ഒന്നല്ല ഞാൻ പോണത്. അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോരാനാ. അങ്ങനെ എന്റെ മോൻ മാധവൻകുട്ടിയെ തോൽപ്പിക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ തൂക്കിക്കൊണ്ടുവരേണ്ടത് ഇവളല്ല പിള്ളച്ചേട്ടാ, മറ്റവളെയാ. മറ്റവള? ഏത് മറ്റവള്? അവന്റെ ഒരു പെങ്ങളില്ലേ, ഗൗരി, അവളെ. എന്താ എന്റെ പിള്ളച്ചേട്ടാ, മാധവൻകുട്ടിയുടെ പെങ്ങളല്ലേ അവൻ തട്ടിക്കൊണ്ട് പോയത്? ആ, അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അവന്റെ പെങ്ങളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ട് വരട്ടെ. ആ, മാധവൻകുട്ടിയുടെ തല അവരുടെ മുമ്പിൽ കുനിയാതിരിക്കണമെങ്കിൽ, അവനും അവന്റെ അച്ഛനും അമ്മയും മാധവൻകുട്ടിയുടെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കണമെങ്കിൽ അവളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ട് വരണം. മാധവൻകുട്ടി തട്ടിക്കൊണ്ടുവരുമോ? ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും. നമ്മളാ? ആ, പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പറ. ആ പെണ്ണിനെ തൂക്കി എടുത്തുകൊണ്ടൊന്ന് മാധവൻകുട്ടിയുടെ കാലിടുന്ന ആരും ജബ്ബാറേറ്റ്, ബാക്കിയൊക്കെ മാധവൻകുട്ടി ചെയ്തോളണം. എന്താ എന്ത് ത്യാഗം സഹിച്ചും ആ പെണ്ണിനെ ഇന്ന് രാത്രി നമ്മൾ പൊക്കുന്നു. ഓക്കെ? എന്താ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേണ്ടെന്നാരാ പറഞ്ഞത്? ഓക്കെ, ഓക്കെ, ഓക്കെ.